ഇന്ന് നമുക്ക് ഈ ഒരു പെൻഡ്രൈവിൽ എങ്ങനെയാണ് പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ് കിട്ടും. ഇത് എനേബിൾ ചെയ്യാനായിട്ട് മാനേജ് എന്ന് സെർച്ച് ചെയ്യുക. മാനേജ് ബിറ്റ്ലോക്കർ എന്നത് ക്ലിക്ക് ചെയ്യുക. റിമൂവബിൾ ഡാറ്റ ഡ്രൈവ്സ് ബിറ്റ്ലോക്കർ ടു ഗോ എന്ന് കാണാം. അതിൽ നമ്മുടെ പെൻഡ്രൈവ് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ ടേൺ ഓൺ ബിറ്റ്ലോക്കർ എന്ന് കൊടുക്കുക. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ചെയ്യുക. ദെൻ ബിറ്റ്ലോക്കറിൻ്റെ റിക്കവറി കീ ഏത് രീതിയിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അതിൽ പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിക്കാം, അതല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സേവ് ഓപ്ഷൻ കൊടുത്ത് സേവ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ എപ്പോഴെങ്കിലും ഇപ്പോൾ സെറ്റ് ചെയ്ത പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കീ ഉപയോഗിച്ച് മാത്രമേ പിന്നെ ഇത് തുറക്കാൻ പറ്റൂ. നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തും. പുതിയൊരു പെൻഡ്രൈവ് ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. പഴയത് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഡ്രൈവ് ആണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എൻ്റർ ചെയ്യുക. അത് കുറച്ച് ടൈം എടുക്കും. ദെൻ സ്റ്റാർട്ട് എൻക്രിപ്ഷൻ കൊടുക്കുക. കുറച്ച് ടൈം എടുക്കും നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് തന്നെ. ഈ ഒരു എൻക്രിപ്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പെൻഡ്രൈവ് സേഫ്ലി ഇജക്റ്റ് ചെയ്യുക. അതിനുശേഷം റീഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു പെൻഡ്രൈവ് ലോക്കായി കഴിഞ്ഞു. ഇനി ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ പാസ്വേഡ് കൊടുക്കണം, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച റിക്കവറി കീ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു പെൻഡ്രൈവ് വേറൊരു പ്ലാറ്റ്ഫോമിൽ ലിനക്സിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും നമുക്ക് ഈ ഒരു പാസ്വേഡ് ഇല്ലാണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു പെൻഡ്രൈവ് പഴയതുപോലെ തന്നെ ആക്കണമെങ്കിൽ ഡീക്രിപ്റ്റ് ചെയ്യണം. അതിന് സെയിം സെറ്റിങ്സിൽ തന്നെ വന്നിട്ട് പെൻഡ്രൈവ് ചൂസ് ചെയ്യുക. അതിനുശേഷം ടേൺ ഓഫ് ബിറ്റ്ലോക്കർ എന്ന് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വിൻഡോസിൻ്റെ പ്രോ, എഡ്യൂക്കേഷൻ, എൻ്റർപ്രൈസ് എന്നീ എഡിഷനുകളിൽ മാത്രമേ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളൂ. ഹോം എഡിഷനിൽ സി ഡ്രൈവ് മാത്രമേ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.